പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നമ്മുടെ ലേഖകർ അണിനിരന്നിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ ആദ്യ സൂചന വരും. ഒരു പക്ഷേ 8:30യോടുകൂടി ആദ്യ ഫല സൂചനകൾ വന്നേക്കാം. ഉച്ചയോടുകൂടി കൃത്യമായ ട്രെൻഡ് അറിയാൻ പറ്റും. ഒരുപക്ഷെ 1-1.5 മണിക്കൂർ കൊണ്ട്. ഗൗതം, തരംഗമാണോ, അടിയൊഴുക്കാണോ, അപ്രതീക്ഷിത വിജയങ്ങളാണോ, അട്ടിമറികളാണോ? തൂക്ക് സഭ എന്നൊക്കെ ചിലർ പറയുന്നുണ്ടാവ്. തൂക്ക് മന്ത്രിസഭ എന്ന് പറയുന്നത് ജനം TV അല്ല. തൂക്ക് മന്ത്രിസഭ ഒരിക്കലും ഉണ്ടാക്കാൻ പോകുന്നില്ല. തൂക്ക് അസംബ്ലി വരാം, ഹങ് അസംബ്ലി വരാം. അങ്ങനെ ആര് തൂക്കും എന്നുള്ള പ്രയോഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കേട്ടത്. ആര് തൂക്കും, ആര് മുങ്ങും? ഉച്ചയോടുകൂടി പാർട്ടി ഓഫീസുകൾ അടച്ചിട്ട്. ഗൗതം, അത് തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ ലീഡ് കേരളത്തിൽ ആർക്കാണ് എന്ന ആകാംക്ഷയാണ്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 000 എന്ന് നമ്മളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ലീഡ് ഏത് മുന്നണിക്ക് കിട്ടുന്നുവെന്ന ആകാംക്ഷയാണ്. ഇപ്പോൾ സമയം 8:04 ആയിരിക്കുന്നു. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എല്ലാ ബൂത്തുകളിലും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ലീഡ് നിലയുടെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ലീഡ് ഏത് മുന്നണിക്കാകുമെന്നതാണ്. പക്ഷേ അപ്പോഴും പോസ്റ്റൽ വോട്ടുകൾ ഒരിക്കലും ഒരു ട്രെൻഡ് അല്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ആദ്യം എണ്ണിയ ബൂത്തിലെ ആവാം ആദ്യം പുറത്തു വരുന്നത്, ആദ്യം എണ്ണിയ മണ്ഡലത്തിലേതാകാം ആദ്യം പുറത്തു വരുന്നത്. രോഹിണി, അതെ, അത് മാത്രമല്ല നമുക്കറിയാം, നേരത്തെ നമ്മൾ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു വന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, പ്രദീപിള്ള പറഞ്ഞതുപോലെ, ഒരു തൂക്ക് സഭ എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണോ അടിവരയിട്ട് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള പല പ്രതീക്ഷകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ ഒരു സാധ്യതയിലേക്ക് എത്താനുള്ള എത്രത്തോളം കണക്ക് കൂട്ടലുകളുണ്ട്. ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തകൾ, ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന വാർത്തകൾ, KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ പന്തൽ ഉയർന്നു കഴിഞ്ഞു. ലഡുവിനും പാൽപ്പായസത്തിനും ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇതുപോലൊരു പന്തലും ഒരു വട്ടം ലഡുവും നമ്മൾ ഹരിയാനയിൽ കണ്ടു. കേരളത്തിലെ അടക്കം പല മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഉച്ച കഴിഞ്ഞതോടുകൂടി ലഡു അനാഥമായി, പന്തലുകൾ കാലിയായി. BJP അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷകൾ, ഈ വിലയിരുത്തലുകൾ, ഈ പ്രഖ്യാപനങ്ങൾ, ഈ അവകാശവാദങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്നറിയാം. ഒരു നിമിഷം. ആദ്യ ലീഡ് UDF-നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 2 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. അതായത് ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ച് 6 മിനിറ്റ് കഴിയുമ്പോൾ, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 സീറ്റുകളിൽ UDF-ന് ലീഡുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ. ഏതാണ്ട് 8:30 വരെ തന്നെ പോസ്റ്റൽ വോട്ടുകളാകും എണ്ണി തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ ലീഡ് ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൽപ്പറ്റയിൽ T. സിദ്ദിഖ്, പാറശാലയിൽ ഹരീന്ദ്രൻ. അങ്ങനെ ആദ്യ ലീഡ് നില മുന്നേറ്റ് വരുന്നു. അമ്പലപ്പുഴയിൽ H. സലാം മുന്നിൽ എന്നുള്ളത്. ഗൗതം, അപ്പോൾ 2-2 എന്ന നിലയിലാണ്. അതിശക്തമായ മത്സരം 140 മണ്ഡലങ്ങളിലും നടന്നു എന്ന സന്ദേശം വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം തന്നെ ഉണ്ടാകുന്നു. 3-2. LDF 3 സീറ്റിലും UDF 2 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. ആദ്യത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നു, പോസ്റ്റൽ വോട്ടുകളാണ് ട്രെൻഡ് അല്ല. ആദ്യം വന്ന ബല സൂചനകൾ മാത്രമാണിത്. അതെ. പോസ്റ്റൽ വോട്ടുകൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഗതി നിയന്ത്രിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആവേശം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഒരു വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ലീഡ് എന്ന നിലയിൽ മാത്രമാണ്. അപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും എന്നുള്ള സൂചന വരുന്നു. പറവൂരിൽ VD സതീശൻ 4-3 LDF 4 UDF 3 എന്ന നിലയിലാണ്. 4-3 ഇപ്പോൾ 5 ആകുന്നുണ്ട്. LDF-ന്റേത് 5, UDF 3 എന്ന നിലയിലേക്ക് അതിശക്തമായ മത്സരം നടന്നു എന്ന സന്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ ഫലത്തിൽ വരുന്നുണ്ട്. 5-3 എന്ന നിലയിൽ ലീഡ് നില മാറി മറിയുകയാണ്. ഏതാണ്ട് 8:30 കൂടിയാകും പ്രേക്ഷകരെ ഈ വോട്ടിംഗ് മെഷീന്റെ കൗണ്ടിംഗ് എണ്ണി തുടങ്ങുക. അപ്പോൾ മാത്രമാകും എങ്ങോട്ടാണ് കേരളത്തിന്റെ. സജീവ് അറിയിക്കുന്നു, ഒല്ലൂരിൽ K. രാജനും മണരൂരിൽ TN പ്രതാപനും മുന്നിട്ട് നിൽക്കുന്നു. ഒല്ലൂരിൽ K. രാജൻ LDF 35, മണരൂരിൽ TN പ്രതാപന്റെ ലീഡ് 12. VD സതീശൻ 11 വോട്ടുകൾക്ക് മുന്നിൽ എന്ന് പറയുന്നുണ്ട്. പറവൂരിൽ മഞ്ചേശ്വരത്ത് നിന്നുള്ള ആദ്യ സൂചന K. സുരേന്ദ്രൻ മുന്നിൽ. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ മഞ്ചേശ്വരത്ത്, കേരളത്തിന്റെ വടക്കേയറ്റത്ത് K. സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. ഇതാ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്ത് NDA ലീഡ് ചെയ്യുന്നു. അതാണ് NDA 2 സ്ഥലത്ത്. ആദ്യത്തെ 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഇപ്പോൾ സമയം 8:08 ആണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ 2 സ്ഥലത്ത് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ലീഡ് ആദ്യ മിനിറ്റുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഇത് വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കം എന്ന നിലയിൽ നോക്കിക്കാണാം. ഏറ്റവും ഫലസൂചന തരേണ്ട
ജനവിധി അട്ടിമറിച്ചുകൊണ്ടുള്ള അപരന്മാരെയും അട്ടിമറികളെയും അതിജീവിച്ച് ഇക്കുറി കെ സുരേന്ദ്രൻ അവിടെ മന്നനാകുമോ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. മറ്റു ചില സൂചനകൾ വരുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ, ആറ്റിങ്ങലിൽ OS അംബിക, തിരുവനന്തപുരത്ത് CP ജോൺ, ആലുവയിൽ അൻവർ സാദത്തും ചവറയിൽ ഷിബു ബേബി ജോണും വരുന്നു. കണക്കുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക്. നേമത്ത് LD ശിവൻകുട്ടി 14 വോട്ടിന് ലീഡുണ്ട് എന്നുള്ളതും കൂടി റിപ്പോർട്ടായി വരുന്നുണ്ട്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന്റെ ലീഡ് തുടരുകയാണ്. 2 സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ തന്നെ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുകയാണ്. 7-9 ശ്യാംബാബു കോറോത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്, വേദിയിലേക്ക് ആനയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേദിയിലേക്ക് ശ്യാംബാബു കോറോത്തും ഒപ്പം ചേരുകയാണ്. ശ്യാം, ഫലസൂചനകൾ വന്നു തുടങ്ങുന്നു. അതിന്റെ ആവേശം ഉച്ചസ്ഥായിലേക്ക് വരികയാണ്. പക്ഷെ ഒന്നും പറയാനാവാത്ത വിധം മാറി മറിഞ്ഞ് ലീഡ് നിലവരുന്നു. ശ്യാംബാബു കോറോത്ത് ആദ്യം തന്നെ NDA 2 ലീഡ്. അതൊന്നും ആ ലീഡൊന്ന് വന്നിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്തെ കേസ് 16 അതായത് LDF 16 സീറ്റുകളിലും UDF 13 സീറ്റിലും NDA 2 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 8-9. അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ മത്സരം നമ്മുടെ നാട്ടിൽ നടന്നു. പേരാമ്പ്രയിലേക്ക് പോട്ടെ. വളരെ പ്രധാനപ്പെട്ട ഫൈറ്റ് നടന്ന പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ഇപ്പോൾ 26 വോട്ടുകൾക്ക് മുന്നിലാണെന്ന് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോസ്റ്റൽ വോട്ടുകളാണ്, ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും 15 വോട്ടിന് മുന്നിൽ. അമ്പലപ്പുഴയിൽ അതിശക്തമായ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ ഇപ്പോൾ CPM വിട്ട് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിച്ച G സുധാകരൻ 17 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. നെടുമങ്ങാട് GR അനിൽ 15 വോട്ടുകൾക്ക് മുന്നിലാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ കുന്നത്ത് നാട്ടിൽ LDF-നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ലീഡ് വരുന്നത്. കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാൽ മുന്നിട്ട് നിൽക്കുന്നു. പേരാവൂരിൽ സണ്ണി ജോസഫും ഓർക്കണം KK ശൈലജയെ വെല്ലുവിളി ഉയർത്താനെന്ന പേരിൽ വിജയിച്ച് കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച KK ശൈലജയെ മണ്ഡലം പിടിച്ചെടുക്കാനായി പറഞ്ഞയച്ചത് പേരാവൂരിലേക്കാണ്. അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മുന്നിട്ട് നിൽക്കുന്ന വാർത്തയാണ്. നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കേരളം നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഫലപ്രഖ്യാപനം കൂടി. അതിനുമപ്പുറത്തേക്ക് CPM അണികൾ കൂടി അതിനൊക്കെ നെഞ്ചിടിപ്പോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു മണ്ഡലം. പാലക്കാട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആദ്യ സൂചന N ശക്തൻ UDF മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ ലീഡ് BJPക്ക് തന്നെയാണ്. BJPയുടെ കരുത്തുറ്റ മുഖം ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റ് സ്ഥലങ്ങളിൽ പറവൂരിൽ കൊല്ലത്ത് നിന്ന് മനോജിന്റെ അപ്ഡേറ്റ് വരുന്നു. കരുനാഗപ്പള്ളി UDF 103, ചവറ UDF 81, കുന്നത്തൂർ UDF 9, കൊട്ടാരക്കര LDF 13 ലീഡ്. പത്തനാപുരത്ത് UDF 6. പത്തനാപുരത്ത് ഗണേശന്റെ മത്സരത്തിൽ മണ്ഡലത്തിൽ UDF മുന്നിട്ട് നിൽക്കുന്ന വാർത്ത വരുന്നു. 6 വോട്ടുകൾക്ക്. നേരത്തെ ഫ്ലക്സ് ഒക്കെ അടിച്ച് റെഡി ആയിരിക്കുകയായിരുന്നു. എന്നാൽ ആദ്യ സൂചനകളിൽ ചാമക്കാലയ്ക്ക് ചിരിക്കാം, സന്തോഷിക്കാം. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ വളർത്തിയടിച്ചു എന്നൊരു സൂചന ഇപ്പോൾ ആദ്യ ഫല സൂചനകൾ വ്യക്തമാണ്. പ്രേക്ഷകരെ, സ്ക്രീനിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മുരളീധരൻ അവിടെ മുന്നിലാണ്. 20 വോട്ടുകൾക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ V മുരളീധരൻ കഴക്കൂട്ടത്ത് NDA 3, അതായത് LDF 36, UDF 28, NDA 3. ശോഭാ സുരേന്ദ്രൻ ലീഡ് ഉയർത്തിയാണ്. 30 വോട്ടുകളിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ ലീഡ്. 4 ഗൗതം 4 സീറ്റുകളിൽ ഇപ്പോൾ ആറന്മുളയിൽ ഇപ്പോൾ വീണ ജോർജ് ആണ് മുന്നിൽ. സ്വാഭാവികമായിട്ട് അത് പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാകാം. എന്തായാലും വീണ ജോർജ് ഇപ്പോൾ അവിടെ 10 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ അവിടെ CR മഹേഷ് ഉയർന്നിരിക്കുന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ നിമിഷം പോസ്റ്റൽ വോട്ടുകളാണെങ്കിൽ പോലും കൃത്യമായി തന്നെ പാലക്കാട് കരുനാഗപ്പള്ളിയിൽ അപ്ഡേറ്റ് എന്തായിരുന്നു? GR മഹേഷ് അവിടെ UDF അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.